നമസ്കാരം. ഇലക്ഷൻ തലേന്ന് രാവിലെയോടെ തന്നെ നമ്മുടെ ശോഭ ചേച്ചി ഒരു മിസൈൽ തന്നെ ഇ.പി. ജയരാജന്റെ ക്യാമ്പിലും എ.കെ.ജി. ഭവനിലും പിണറായി വിജയന്റെ അടുത്തും തൊടുത്തിവിട്ടു. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ കേട്ട് മലയാള സീരിയലിലെ നടിമാരുടെ മുഖത്ത് പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള എക്സ്പ്രഷനും മുഖത്തെ ഭാവവുമാണ് അന്ന് ഇടതുപക്ഷ ക്യാമ്പിൽ നടന്നത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ശോഭാ സുരേന്ദ്രൻ തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയാനും പറ്റില്ല. കാരണം ശോഭ ചേച്ചി കൃത്യമായ തെളിവുമായിട്ടാണ് എന്തിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതോടെ ചിറ്റപ്പന് ആ പരമസത്യം വെളിപ്പെടുത്തേണ്ടി വന്നു. അതെ, ഞാൻ കണ്ടു എന്ന് ചിറ്റപ്പൻ സമ്മതിച്ചു. ഒരു പ്രാവശ്യമായിരിക്കും കണ്ടതെന്നാണ് നേതാക്കൾ കരുതിയത്. അന്ന് ചിറ്റപ്പന്റെ ഫ്ളാറ്റിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ അതുവഴി പോയപ്പോൾ ഒന്ന് കയറി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ കയറിയതായിരിക്കുമെന്നാണ് കരുതിയത്. അതാ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഇ.പി.യുടെ വെളിപ്പെടുത്തൽ. ഒരു പ്രാവശ്യമല്ല സഖാക്കന്മാരെ, ഞാൻ പല പ്രാവശ്യം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി.യുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതും വോട്ടെടുപ്പിന്റെ അന്ന് രാവിലെ തന്നെയാണ് ഇ.പി.യുടെ കനത്ത പ്രഹരം എത്തിയത്. ഞെട്ടലോടെയാണ് സഖാക്കന്മാർ ആ സത്യം മനസ്സിലാക്കിയത്. വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ഇ.പി. ജയരാജൻ വോട്ടിംഗ് സമയത്ത് കാണിച്ചതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തിൽ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് നന്ദകുമാറും പിണറായി വിജയനും ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളെല്ലാം കൂടിയാണ്. ഇല്ലെങ്കിൽ ഇതുവരെയായിട്ടും ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ആരോപണം പോലും ഉന്നയിക്കാതിരുന്ന നന്ദകുമാർ ഇലക്ഷൻ ടൈമിൽ ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം ഉന്നയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഉന്നയിക്കാമായിരുന്നല്ലോ. അപ്പോൾ വടി കൊടുത്ത് അടി മേടിച്ച അവസ്ഥയായി. ചുമ്മാ ഇരുന്ന ശോഭ ചേച്ചിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് തളർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആരോപണമായി ചെന്നത്. ശോഭ ചേച്ചിയാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ശക്തമായി തിരിച്ചടിച്ചു. എന്തായാലും ചിറ്റപ്പൻ വന്നത് ചിറ്റപ്പന് വേണ്ടി മാത്രമായിരിക്കില്ല, പിണറായി വിജയനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർക്കും കൂടിയാണ്. കാരണം CPM-ന് കുറച്ച് വർഷമായി നല്ല പേരാണ് കേരളത്തിൽ കേൾക്കുന്നത്. കാരണം ലാബിൻ കേസും സ്വർണക്കടത്തും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മാസപ്പടിയും ഒക്കെ ആയിട്ട് കേസൊക്കെയായി മോദിയുടെ അടുത്തും അമിത്ഷായുടെ അടുത്തും ഒന്ന് ക്ലീൻ ചീറ്റ് തരണമെന്ന് പ്രകാശ് ജാവ്ദേക്കറോട് അഭ്യർത്ഥിക്കാനായിരിക്കും ചിറ്റപ്പനെ പറഞ്ഞു വിട്ടത്. കൂടാതെ ശോഭ ചേച്ചി വെളിപ്പെടുത്തിയതുപോലെ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനവും 2 കോടി രൂപ വേണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നഹി എന്ന് പ്രകാശ് ജാവ്ദേക്കർ, എന്തെങ്കിലും മാറ്റം തീരുമാനത്തിലുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് ജയരാജൻ, നഹി എന്ന് പ്രകാശ് ജി. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് തന്നെ മിക്കവാറും കേരള ഹൗസിൽ ഫുൾ ബുക്കിംഗ് ബോർഡുകൾ കാണാൻ കഴിയും. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.